അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ശോഭയിൽ തൃപ്രയാറപ്പന് തിരുമുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചിരാത് തെളിഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ചിരാതിന് തിരികൊളുത്തി. മണൽ ചിത്രകാരൻ ബാബു ഇടക്കുനിയാണ് ചിരാത് നിർമ്മിച്ചത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളും ദീപാലങ്കൃതമായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ്. ഈ തിരുനടയിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചിരാത് തയ്യാറാക്കിയിരിക്കുകയാണ്. ആ ചിരാത് തന്നെ 13 അടി വ്യാസവും അതുപോലെ തന്നെ 4 അടി ഉയരവുമുള്ള ഒരു ചിരാതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ചിരാതിൽ തിരിതെളിയിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. ഇത്തരത്തിൽ ഇന്ന് അഭിമാന നിമിഷത്തിൽ തൃപ്രയാറപ്പൻ്റെ മുന്നിൽ ഇത്രയും വലിയൊരു ചിരാത് കൂടി ഉയരുകയാണ്. എന്താണ് പറയുക? ഇന്ന് നമ്മളെല്ലാവരും രാവിലെ കണ്ടതുപോലെ ഈ പ്രാണപ്രതിഷ്ഠയിലൂടെ സ്വാഭിമാനം നഷ്ടമായ നമ്മുടെ രാജ്യത്ത് ആത്മാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് പഴയകാല സ്വാതന്ത്ര്യസമര സേനാനികൾ പറഞ്ഞതുപോലെ ആത്മാഭിമാനത്തിൻ്റെ മകുടങ്ങൾ ഉയരണമെന്നും ഊർജ്ജസ്വലരായി ഇവിടുത്തെ ജനത ആ മകുടങ്ങളുടെ പിറകിൽ നിൽക്കണമെന്നും അവർ പറയുകയുണ്ടായി. അതിൽ എല്ലാ നിമിഷങ്ങളിലും രാമമന്ത്രത്തിൻ്റെ ഉരുക്കഴിച്ചിട്ടുള്ള എത്രയോ വലിയ വലിയ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നമ്മുടെ കുഞ്ഞു രാമനെ പിച്ചവെച്ച് നടന്ന തൻ്റെ സ്വന്തമായിട്ടുള്ള ആ ഒരു വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാമം അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അത് വീണ്ടെടുക്കാൻ സാധിച്ച കഠിന പ്രയത്നത്തിലൂടെ ആത്മാഭിമാന ബോധത്തിലൂടെ കൃത്യമായിട്ടുള്ള സ്വത്വബോധത്തെക്കുറിച്ച് ഓരോ വ്യക്തിയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അത് സംജാതമായത്. ആ രാമചന്ദ്രൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം സന്യാസി വര്യന്മാർ പൂർവ്വസൂരികൾ ഇദം ന മമ രാഷ്ട്രായ സ്വാഹ എന്ന് പറഞ്ഞ് ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം ലോകത്തിൻ്റേതാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റേതാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നമ്മുടെ രാമനെ ഹൃദയത്തിൽ ഉരുക്കഴിച്ച് ഹൃദയത്തിനകത്തെടുത്ത് വെക്കാനും സാധിക്കുന്ന ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ ഭക്തർ അത്രയും ഉജ്ജ്വലമായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പരിപാവനവും പുരാതനവുമായിട്ടുള്ള ഒരു രാമക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ ചിരാത് അത് കൊളുത്തുമ്പോൾ എപ്പോഴും നമുക്കറിയാം, അതായത് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ്. അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടേക്ക് വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നവൻ ആരാണോ ഗുരു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സേവകനായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഏറ്റവും സാധാരണ ജീവിതം നയിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഇന്ന് യജമാന സ്ഥാനത്തേക്ക് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുകയാണ്. ആ യജമാന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തോട് പറഞ്ഞത് ഈ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും എല്ലാ വീടുകൾക്കകത്തേക്കും എത്തുക എന്നുള്ളത് ഇന്നത്തെ ദിനത്തിൻ്റെ മാത്രമല്ല, വരാൻ പോകുന്ന നാളുകളിൽ ഇത് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ്. അതുകൊണ്ട് രാമമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ജയ് ശ്രീറാം എന്നുള്ള വിളികൾ മുഖരിതമായിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും വിളക്കുകൾ ഈ ക്ഷേത്രാങ്കണത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ ഭാരതീയൻ്റെയും ആത്മാഭിമാനമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സനാതന മൂല്യം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന നമ്മുടെ ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമൻ, അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോരോ ജീവിതക്രമങ്ങളും പഠിക്കാൻ, റിസർച്ച് ചെയ്യാൻ, അത് ലോകത്തിന് പോലും മാതൃക കാണിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കം വലിയൊരു മണൽ ചിത്രം ഇവിടെ നിർമ്മിച്ചിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ തൃപ്രയാറപ്പൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ചിരാത് നിർമ്മിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ആശയം മനസ്സിലാവുന്നത്? ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിത്രകാരനെ എനിക്ക് ചിത്രങ്ങളാണ് ചെയ്ത് ശീലമുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു സുദിനത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ചെയ്യണമെന്നൊരു മോഹമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിരാത് തന്നെ, വലിയൊരു ചിരാതിൽ തന്നെ ദീപം തെളിയിച്ചുകൊണ്ട് ഈ സുന്ദര മുഹൂർത്തത്തെ ധന്യമാക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ സപ്പോർട്ടായിട്ട് നമുക്ക് മാഡം തന്നെ അത് നമുക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടി വന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു 4-5 ദിവസം കൊണ്ടാണ് ഈ ഇത്രയും വലിയൊരു ചിരാത് ഉണ്ടാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ചിരാത് തന്നെയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ. ഇതിനു മുമ്പ് ഇത്രയും വലിയ ചിരാത് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പഠിച്ചപ്പോൾ തോന്നിയത്. എന്തായാലും വളരെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃപ്രയാറപ്പൻ്റെ മുന്നിലും ദീപാലങ്കൃതമായിട്ട് നിലവിളക്കുകളൊക്കെ തെളിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ ചിരാതും ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ.